ശ്രീ മാത്യു ടി തോമസ്. സാർ, എൻ്റെ മണ്ഡലമായ തിരുവല്ലയിൽ നിന്ന് ജില്ലാ തലസ്ഥാനമായ പത്തനംതിട്ടയിലേക്ക് പോകുന്ന തിരുവല്ല കുമ്പിഴ റോഡിൽ ഒരു ബോട്ടിൽ നെക്കായി ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലമാണ് കറ്റോട് പാലം, വീതി കുറഞ്ഞ കറ്റോട് പാലം. സാർ, ആ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ വേണ്ടി 4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുന്നു. സാർ, പാലത്തിനോട് ചേർന്ന് മണിമലയാറ്റിൽ നിന്ന് കവീർ പുഞ്ചയിലേക്ക് കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു ഷട്ടർ ഒന്ന് ഇറക്കി സ്ഥാപിച്ചാൽ മാത്രമേ, അത് ജലവിഭവ വകുപ്പാണ് ചെയ്യേണ്ടത്, ആ പാലത്തിന് വീതി കൂട്ടാൻ കഴിയുള്ളൂ. അതിനാവശ്യമായ ഭരണാനുമതി നൽകി ആ ഷട്ടർ അവിടെ നിന്ന് മാറ്റി പുനഃസ്ഥാപിച്ച് ഈ കറ്റോട് പാലത്തിൻ്റെ വീതി കൂട്ടാനുള്ള മരാമത്ത് പണിക്ക് എല്ലാ തടസ്സവും നീക്കിത്തരണം എന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സാർ, തിരുവല്ല കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ കാറ്റോട് തോടിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന കാറ്റോട് ഷട്ടർ വെള്ളപ്പൊക്ക സമയത്ത് മണിമലയാറിൽ നിന്നും കവീർ പുഞ്ചിയിലേക്കും അഫ്സീൻ ഭാഗത്തേക്കുള്ള കോളനിയിലേക്കും വെള്ളം കയറാതിരിക്കാനും തിരികെ കാറ്റോട് വലിയ തോട്ടിൽ നിന്നും വെള്ളം ഇറക്കി വിടാനുമായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ ഷട്ടർ നിയർ കറ്റോട്ട് ബ്രിഡ്ജ് അക്രോസ് കറ്റോട്ട് വലിയ തോട് ഇൻ തിരുവല്ല മുനിസിപ്പാലിറ്റി ഇൻ തിരുവല്ല കോൺസ്റ്റിറ്റ്യുൻസി എന്ന പ്രവൃത്തിക്ക് 45 ലക്ഷം രൂപയുടെ 45 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. തുടർന്ന് സിവിൽ വിഭാഗം പ്രവർത്തികൾ നടപ്പിലാക്കുന്നതിന് കരാറുകാരനുമായി ഉടമ്പടിയിലും ഏർപ്പെട്ടു. പ്രസ്തുത പ്രവർത്തിയുടെ എസ്റ്റിമേറ്റിൽ സിവിൽ പ്രവർത്തികളും മെക്കാനിക്കൽ പ്രവർത്തികളുമാണ് ഉൾപ്പെട്ടിരുന്നത്. നിലവിലുണ്ടായിരുന്ന ഷട്ടർ അറ്റകുറ്റപ്പണി നടത്തി മാറ്റി സ്ഥാപിക്കുന്നതിലേക്കായി മേൽ ഭരണാനുമതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മെക്കാനിക്കൽ പ്രവർത്തികൾക്കായി ഉൾപ്പെടുത്തിയിരുന്ന തുക പര്യാപ്തമായിരുന്നില്ല. തുടർന്ന് മെക്കാനിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിലവിലുള്ള ഷട്ടറുകൾ റിപ്പയർ ചെയ്യേണ്ടതില്ല എന്ന് കണ്ടെത്തിയുണ്ടായി. കൂടാതെ കാറ്റോട് ബ്രിഡ്ജ് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതിന് PWD ഇവിടെ സൂചിപ്പിച്ചതുപോലെ 396 ലക്ഷം രൂപയുടെ ഭരണാനുമതി 16/5/23 നൽകിയിട്ടുണ്ട്. PWD പ്രവർത്തികൾക്ക് വേണ്ടി മേൽപ്പടി ഷട്ടർ പ്രസ്തുത സ്ഥലത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമായി. മേൽ സാഹചര്യത്തിൽ സ്ഥലത്തെ നിലവിലെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് IDRBയിൽ നിന്നും ഡിസിഷൻ ലഭ്യമാക്കി ആയതും പ്രകാരം റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ ഷട്ടർ നിയർ കറ്റോട്ട് ബ്രിഡ്ജ് അക്രോസ് കറ്റോട്ട് വലിയ തോട് തിരുവല്ല മുനിസിപ്പാലിറ്റി തിരുവല്ല കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ പ്രവർത്തിക്ക് 122 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം അവിടെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ആ റോഡ് പണി പൂർത്തിയാകണമെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ വീതി കൂട്ടി ഇത് ചെയ്യുന്നതിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ പോസിറ്റീവായി പരിഗണിക്കും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും.